30 വയസ്സിൽ തേയ്മാനം വരുന്നത് കേട്ടിട്ടുണ്ടോ? എങ്കിൽ വരും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആള് കോളേജിലുമൊക്കെ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഡിസ്ട്രിക്ട് ലെവലിലുമൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ കാലിന് അല്ലെങ്കിൽ ഈ മുട്ടിന് നല്ലൊരു വേദനയുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അന്ന് എപ്പോഴോ കളിച്ചപ്പോൾ ആ ഒരു മുട്ടിനുള്ളിലുണ്ടായിരുന്ന ലിഗമെൻറ്റിന് ഒരു ചെറിയ പാർഷ്യൽ ടയർ വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് അത് അത്ര കാര്യമാക്കിയില്ല. അതിനുശേഷം അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. പക്ഷേ ആ സമയത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാഞ്ഞതുകൊണ്ട് തന്നെ ആ മുട്ടിലേക്കുള്ള പ്രഷർ കൂടുകയും ആ ഒരു മുട്ടിന് കൂടുതൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്തു. ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളിവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ പൾസ്ഡ് സിഗ്നൽ റിപ്പയർ തെറപ്പി എന്ന് പറയുന്നത്. ഈ റിപ്പയർ തെറപ്പി കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന് ഉള്ളിലുള്ള സെൽസിന് റിപ്പയർ കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ് കൊണ്ട് അല്ലെങ്കിൽ ആ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിയോതെറപ്പി ട്രീറ്റ്മെൻറ്റ്, അതായത് പെയിൻ റിലീവ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോകുമ്പോൾ ഇതിൽ നമുക്കൊരു ലോങ് ടേം സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ പാർഷ്യൽ ടയർ ഉണ്ട്, അതായത് ലിഗമെൻ്റ് ആണെന്നുണ്ടെങ്കിലും മെനിസ്കൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെയും നമുക്ക് നോൺ സർജിക്കലായിട്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് സർജറി കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ റീഹാബും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊരു ലോങ് ടേം സൊല്യൂഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്.